ബോർഡിന്റെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മിസ്സും ലാലേട്ടനും കൂടി ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കിയേ, ഇവിടെ കുറേ ജീവികളെ കാണുന്നില്ലേ? നമ്മളെ ടേർട്ടിസ് ആയാലും സ്നെയിൽ ആയാലും ക്രാബ് ആയാലും പ്രോൺസ് ആയാലും ഈ ജീവികൾക്കൊക്കെ എന്തുണ്ട്? പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? എല്ലാവർക്കും ഒരു ഔട്ടർ ഷെൽ ഉണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, സ്നെയില്, ബീറ്റില്, പ്രോൺസ്, ക്രാബ്, കോക്രോച്ച്, മില്ലിപ്പീഡ്, മസിൽസ്, ഈ ജീവികൾക്കൊക്കെ എന്തുണ്ട്? പൊതുവായിട്ടൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവർക്കൊക്കെ ഔട്ടർ ഷെൽ ഉണ്ട്. ചില ജീവികൾക്ക് ഹാർഡായിട്ടുള്ള ഔട്ടർ ഷെല്ലാണ്. ഈ ഹാർഡായിട്ടുള്ള ഈ മസിൽസ്, സ്നെയില്, ക്രാബ് ഇവയൊക്കെ നോക്കുമ്പോൾ ലെസ് ഹാർഡായിട്ടുള്ളതാണ് ഈ മില്ലിപ്പീഡ്, സെന്റിപ്പീഡ് എന്നീ ജീവികൾക്കുള്ളത്. എന്നാലും ഇവരുടെ പൊതു പ്രത്യേകതയാണ് എന്ത്? അവരുടെ ആ ഒരു ഔട്ടർ ഷെല്ല്. അപ്പൊ ഈ ഒരു ഔട്ടർ ഷെല്ലിനെയാണ് എന്ത് പറയാ? ബാഹ്യാസ്ഥികൂടം അല്ലെങ്കിൽ എക്സോസ്കെൽട്ടൻ എന്ന് പറയാ. അവർക്ക് ആ ഒരു ശരീരം ഇങ്ങനെ പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഹ്യാസ്ഥികൂടം കൊടുത്തിട്ടുണ്ട്, എക്സോസ്കെൽട്ടൻ അല്ലേ? എക്സോസ്കെൽട്ടൻ ഉള്ള ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റില്ലേ? യെസ്. എന്താണ് എക്സോസ്കെൽട്ടൻ? എങ്ങനെയാണ് ഈ എക്സോസ്കെൽട്ടൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥികൂടം അവരെ സഹായിക്കുന്നത്? അവരുടെ ആ ഒരു ബോഡി പാർട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലേ? നോക്കിയേ, ആ ഒരു ബോഡി പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കൃത്യമായ ഒരു ഷേപ്പ് നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ എസ്കേപ്പ് ഫ്രം എനിമീസിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ ഒരു എക്സോസ്കെൽട്ടൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥികൂടം സഹായിക്കുന്നുണ്ട്. അപ്പൊ ബാഹ്യാസ്ഥികൂടത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയേ, ഈ ഒരു സ്കെയിൽസ് ഓഫ് ഫിഷ് ആയാലും ഫെദേഴ്സ് ഓഫ് ബേർഡ്സ് ആയാലും ഹോൺസ് ആയാലും ഹോവ്സ് ആയാലും നെയിൽസ് ആയാലും ഹെയർസ് ആയാലും ഇതൊക്കെ എന്താണ്? എക്സോസ്കെൽട്ടന്റെ ബാഹ്യാസ്ഥികൂടത്തിന്റെ റെമനൻസ് ആണ് അല്ലെങ്കിൽ അവശേഷിപ്പുകളാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടത്തിന്റെ അല്ലെങ്കിൽ എക്സോസ്കെൽട്ടന്റെ റെമനൻസ് ആണ്. ഓക്കെ അല്ലേ? ഇത് നോക്കിയേ, ഇവിടെ ഒരു ഗോൾഡൻ ബീറ്റിലായാലും നക്ഷത്ര ആമ, സ്റ്റാർ ടേർട്ടിസ് ആയാലും ഇവരുടെ ആ ഭംഗി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആ നിലനിൽപ്പിനെ തന്നെ, എക്സിസ്റ്റൻസിനെ തന്നെ ത്രെട്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് അവരുടെ ആ ഭംഗി. നമുക്ക് ഭംഗിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് എടുത്തു വെക്കാൻ തോന്നൂലേ? യെസ്, അത് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ എക്സിസ്റ്റൻസിനെ ത്രെട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഈ ഒരു സ്കെൽട്ടനാണ് എൻഡോസ്കെൽട്ടൻ അല്ലെങ്കിൽ ആന്തരാസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു എൻഡോസ്കെൽട്ടൻ നോക്കിയേ, ഈ ഒരു ഗോട്ടിന്റെ ആയാലും കൗ, ഫിഷ്, ലിസാർഡ്, അതേപോലെ നമ്മുടെ ഡോഗ്, ഇവയ്ക്കൊക്കെ എന്തുണ്ട്? എൻഡോസ്കെൽട്ടൻ ഉള്ള ജീവികൾക്ക് ഉദാഹരണമാണ്. നമുക്ക് എൻഡോസ്കെൽട്ടൻ അല്ല ഉള്ളത്. നമുക്ക് ഇത്രയുള്ള ഭംഗി, എൻ്റെ മക്കൾക്കൊക്കെ ഇത്രയുള്ള ഭംഗിയുള്ള ശരീരം കൊടുത്തത് എങ്ങനെയാണ്? ആ ഒരു എൻഡോസ്കെൽട്ടൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലഷ് ചുരുട്ട് കൂടി ഒരു സ്ഥലത്ത് കിടക്കൂലേ? അപ്പൊ എൻഡോസ്കെൽട്ടൻ ആണ് നമുക്കുള്ളത് അല്ലേ? എൻഡോസ്കെൽട്ടൻ അല്ലെങ്കിൽ ആന്തരാസ്ഥികൂടം. അതുകൊണ്ടാണ് നമുക്കൊരു ഷേപ്പ് ഒക്കെ കിട്ടുന്നത് അല്ലേ? അപ്പൊ എൻഡോസ്കെൽട്ടൻ ഉള്ള ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ പറയില്ലേ? കൗ ആയാലും ഗോട്ട്, പശു, ആട്, പൂച്ച, പട്ടി, ഇതൊക്കെ എന്താണ്? എൻഡോസ്കെൽട്ടൻ ഉള്ള ജീവികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടനും ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉള്ള ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്താ പറയാ? യെസ്, ടേർട്ടിസും ക്രോക്കഡൈലും എൻഡോസ്കെൽട്ടനും എക്സോസ്കെൽട്ടനും ഉള്ള ജീവിക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? ആമയും മുതലയും, ടേർട്ടിസും ക്രോക്കഡൈലും. ഓക്കെ അല്ലേ? അപ്പൊ എൻഡോസ്കെൽട്ടനും എക്സോസ്കെൽട്ടനും ഉള്ള ജീവിക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്താ എൻ്റെ മക്കൾ പറയാ? ഓക്കെ അല്ലേ? എല്ലാവരും ഇത് വീഡിയോ പോസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. മിസ് നോക്കൂ കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇത് നോക്കിയേ, ഇതാണ് അവരുടെ എൻഡോസ്കെൽട്ടൻ, ഇതാണ് അവരുടെ എക്സോസ്കെൽട്ടൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് മിസ്സും ലാലേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.